നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നുള്ളത് എഴുത്തുകാരനും അധ്യാപകനും ചിന്തകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം. നമസ്കാരം. നമസ്കാരം. ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില്ല എന്തെന്റെ മാവേലിയോണം വന്നു. ഈ വിശേഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഓണം മലയാളികൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ഓണം നിർഭാഗ്യവശാൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് വിവാദമുണ്ടായ ഓണം എന്ന നിലയ്ക്കാണ്. ഓണസങ്കല്പം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ വന്നിരിക്കുന്നു. ഓണമായി മലയാളികൾ ആഘോഷിക്കുന്നത് വാമന ജയന്തിയാണ് എന്ന് സംഘപരിവാരം ഔപചാരികമായും ഔദ്യോഗികമായും തന്നെ പറയുന്ന സ്ഥിതിയുണ്ടായി. മുമ്പ് അത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു സ്ഥിതി ഉണ്ടായി. ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ വ്യാഖ്യാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഓണത്തെ കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു വിശദീകരണം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. തീർത്തും പുതിയതല്ല. അതായത് ഓണം എന്ന് പറയുന്നത് വളരെ ഒരു മൾട്ടി ലെയർഡായ പല തട്ടുകളുള്ള ഒരു ആചാരമായിട്ടാണ് അതിൻ്റെ ചരിത്രത്തിൽ നിലനിന്നിട്ടുള്ളത്. അതിലൊരു തട്ട് ഇത് വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങൾ ചേർന്നുണ്ടായതാണ്. അതിൽ ഓണം വാമന ജയന്തി തന്നെയാണ്. അതുകൊണ്ട് സംഘപരിവാരത്തിന് സ്വാഭാവികമായിട്ട് അവരുടെ പ്രത്യയശാസ്ത്ര ബോധ്യത്തിൽ നിന്ന് ചെന്ന് ചേരാവുന്നിടത്ത് തന്നെ അവർ ചെന്ന് ചേർന്നിരിക്കുന്നു. അതിലൊട്ടും അത്ഭുതമില്ല. ഇല്ല. കാരണം പ്രത്യയശാസ്ത്രപരമായി ഈ ഓണത്തിൻ്റെ പല അടരുകളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലിപ്പോൾ വൈദിക ബ്രാഹ്മണ്യം ഉണ്ടാക്കിയെടുത്ത ഒരു ധാരണയാണ് ഈ വാമനൻ മഹാബലിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച ഒന്നാണ് ഓണം. വാമന ജയന്തിയാണ് എന്നാണ്. വാമന ജയന്തിയാണെന്നുള്ളതിൻ്റെ കൂടെ തന്നെ അത് അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് കേരളത്തിന് അനഭിമതനായ ഒരു ചക്രവർത്തിയുടെ ഭരണത്തിലായിരുന്നു. അത് വിമോചിപ്പിച്ച സ്വാതന്ത്ര്യ സമര നായകനാണ് എന്ന തരത്തിൽ തന്നെ അവരുടെ ഒരു നാവ് അത് പറഞ്ഞു. അങ്ങനെ പറയുന്നത് എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ഒക്കെ മലയാളികളുടെ ഒരു ഇതിനെ ചോദ്യം അല്ല, മലയാളത്തിൽ ഇത് വേര് പിടിച്ചിട്ടുള്ള ഒന്നല്ല. ഇതിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ കാണിപ്പയ്യൂരിൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ വടക്കൻകുറി രാജരാജവർമ്മ പണ്ട് എഴുതിയ ചില കുറിപ്പുകളിലൊക്കെ ഈ നിലയിൽ പരാമർശങ്ങളുണ്ട്. ഇങ്ങനെ വാമൻ മോചിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം ഒന്നും ഉള്ളതല്ല, മറിച്ച് ഇതൊരു വാമന ജയന്തിയാണെന്നുള്ളത്. അത് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു വൈദിക പാരമ്പര്യത്തിനകത്ത് ഈ ഒരു കാഴ്ച ശക്തമായിട്ടുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ വാമനമിത്ത് തുടങ്ങുന്നുണ്ട്. 3 അടി കൊണ്ട് ലോകത്തെ അളന്നെടുക്കുന്ന വിഷ്ണുവിനെ കുറിച്ചൊക്കെയുള്ള സങ്കല്പം തുടങ്ങുന്നുണ്ട്. അത് മുതൽ ഈ ഒരു മിത്തിന് പല രൂപങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരർത്ഥത്തിലൊരു വൈദിക സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടും പക്ഷേ നേരത്തെ പറഞ്ഞ ഋഗ്വേദത്തിലൊന്നും മഹാബലിയില്ല. ഒരർത്ഥത്തിൽ അത് ഈ ഭൂമി വെട്ടിപ്പിടിച്ച് പുതിയ പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ ചരിത്രപരമായ ഒരു വിശദീകരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത ഒരു ത്രിവിക്രമത്വം, അതായത് ആര്യ സമൂഹം വ്യാപിക്കുന്ന സമയത്ത് പുതിയ പ്രദേശങ്ങൾ കാർഷിക മേഖലകളാക്കി മാറ്റുമല്ലോ. അതുകൊണ്ട് പുതിയ പ്രദേശങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന ഭൗതിക പ്രക്രിയക്ക് കിട്ടുന്ന ഒരു മിത്തിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കണം ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ. അങ്ങനെ വന്നിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ ഋഗ്വേദത്തിന് സമാന്തരമായിട്ടുള്ള സെൻ്റ് അവസ്ഥയുണ്ടല്ലോ പ്രാചീന പേർഷ്യനിൽ വന്നിട്ടുള്ള, അതിലും ഏതാണ്ട് ഇതിന് സമാനമായ ഭൂമിയെ വികസിപ്പിക്കുന്ന മിത്തുകൾ അതിൽ കാണാൻ പറ്റും. ഇതൊരു ആര്യൻ മിത്താണ്, വൈദിക മിത്താണ്. വാസ്തവത്തിൽ ഈ ഓണം എന്ന് നമ്മളിന്ന് പറയുന്നതിൽ ഈ വാമനൻ എന്ന് പറയുന്ന ഈ മിത്ത്, മഹാബലി എന്ന് പറയുന്ന മറ്റൊരു മിത്ത്, കേരളീയമായ നാട്ടുപാരമ്പര്യങ്ങൾ, ഇതൊക്കെ പല അനുപാതത്തിൽ കൂടിക്കലർന്നാണ് ഈ നമ്മൾ കാണുന്ന ഓണമായിട്ട് മാറിയത്. ഇതിൽ സംഭവിച്ച ഒരു യഥാർത്ഥത്തിലുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഓണം എന്ന് പറയുന്നത് അതിൽ തന്നെയും ഈ 2-3 തട്ടുകളുണ്ട്. ഇപ്പോൾ 9-ാം നൂറ്റാണ്ട് മുതൽ ഓണത്തെക്കുറിച്ചുള്ള റെഫറൻസസ് നമ്മുടെ ചരിത്രരേഖകളിലുണ്ട്. 9-ാം നൂറ്റാണ്ടിലൊരു മേച്ചേരി ചെപ്പേട് എന്ന് പറയുന്ന തിരുവല്ലയ്ക്കടുത്തുള്ളത്, 11-ാം നൂറ്റാണ്ടിലെ തിരുവല്ല ശാസനത്തിലുണ്ട്, 13-ാം നൂറ്റാണ്ടിലുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു വൈദിക ബ്രാഹ്മണിക ഓണമാണ്. അവിടെ ഈ മഹാബലി മിത്തിനേക്കാളൊക്കെ ഈ ഓണാഘോഷം എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. മഹാബലിയുടെ കുറിച്ചുള്ളതാണെങ്കിൽ ഇപ്പം മഹാബലി മിത്ത് നോക്കിയാലും ഇതേ ചരിത്രം
അതിനകത്തുണ്ട്. ബലി എന്നുള്ള പാരമ്പര്യം ഇപ്പം ആദ്യം നമ്മൾ കാണുക ഒരു ജൈന പാരമ്പര്യത്തിലാണ്, മേഘനാഥ ബലി എന്ന് പറഞ്ഞ്. അത് നമ്മൾ ഇന്ന് കാണുന്ന മഹാബലിയൊന്നുമല്ല, വളരെ ക്രൂരനായിട്ടുള്ള ഒരു ധർമ്മത്തിനെതിരെ നിൽക്കുന്ന ഒരു മഹാബലി എന്നുള്ള സങ്കല്പമാണ്. പിന്നീട് ഒരു പുരാണകാലം ആകുമ്പോഴേക്കുമാണ്, അതായത് ക്രിസ്തുവർഷാരംഭത്തിൽ കാണുന്ന മഹാബലിയാണ് ഈ ധാർമ്മികനായൊരു മഹാബലിയായിട്ട് മാറുന്നത്. ആ മഹാബലിയാണ് ഒരർത്ഥത്തിൽ ബ്രാഹ്മണ്യെ അപ്രോപ്രിയേറ്റ് ചെയ്ത് പുരാണ പാരമ്പര്യമായിട്ട് കൂട്ടിയിണക്കി ഈ ബലി മാമന മിത്തുകളുടെ ഒരു സംശ്ലേഷണം നടക്കുന്നതെന്ന് തോന്നുന്നു. സംശ്ലേഷണമാണ് നടന്നിരിക്കുന്നത്. രണ്ട് മിത്തുകളെങ്കിലും കൂട്ടിയിണക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേരളം പരസ്പര വിരുദ്ധമാണ്. ഈ പരസ്പര വിരുദ്ധ ഓണത്തിനുള്ളിലുണ്ട്. അതുകൊണ്ടാണോ ഈ മാവേലിയെ ആദരിക്കുന്ന വരവേൽക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ കളത്തിൽ വെക്കുന്നത്? അല്ല, വൈലോപ്പിള്ളി പണ്ട് ചോദിച്ചതായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓണത്തിന് എങ്ങനെ രണ്ടപ്പനുണ്ടായിന്ന്. ഈ ഓണത്തപ്പൻ ആരാണ്? ഇത് മഹാബലിയാണോ വാമനാണോ? ഒരു പഴയ വിഷയമാണ്. അത് പഴയൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാലേ, ഈ രണ്ട് മിത്തുകളുണ്ടെങ്കിലും കേരളത്തിൽ പ്രചരിച്ച ഓണം ഇത് രണ്ടും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിലൊരു നാടോടിയായിട്ടുള്ള ഒരു ഓണ പാരമ്പര്യം ഉണ്ട് എന്ന് തോന്നുന്നു. ആ ഓണ പാരമ്പര്യം ഇപ്പോൾ വേലൻ പാട്ടുകളുണ്ട്, നമ്മുടെ പാണൻ പാട്ടുകളുണ്ട്. ഇതൊന്നും ഈ വൈദിക പാരമ്പര്യത്തോടോ ക്ഷേത്ര സംസ്കാരത്തോടോ ഒന്നും ബന്ധമുള്ളതല്ല. മാത്രമല്ല, ഓണത്തിൽ ഇപ്പം നോക്കിയാൽ നമ്മൾ അതിൻ്റെ ഒരു നാടോടി ഊർജ്ജം ഇപ്പോഴും പോയിട്ടില്ലല്ലോ. ഇപ്പോൾ ഓണക്കളി, ഓണപ്പാട്ടുകൾ, ആർപ്പോവിളി, പുലികളി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ, അല്ലെങ്കിൽ വില്ലടിച്ചാൻ പാട്ട്, അമ്പും വില്ലും പൂജിക്കുന്നത്, ഓണത്തട്ടിൽ നമ്മൾ വയ്ക്കുന്ന ഓണത്തപ്പന്മാർ, പല അളവിലും അനുപാതത്തിലുള്ള ഓണത്തപ്പന്മാരെ വയ്ക്കുന്നത്. ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പ്രാക്തന ദൈവങ്ങളെ സ്വാംശീകരിച്ച് ബിംബവൽക്കരിച്ചതായിരിക്കണം ഈ ഓണത്തപ്പന്മാരായിട്ട്. പല നാടൻ പാട്ടിലും ഈ ഓണത്തപ്പൻ ആയി പറയുന്നത് നല്ലച്ഛനെയാണ്. ഈ കുട്ടപ്പൻചേട്ടൻ തന്നെ നമ്മുടെ ഇതേ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നാട്ടുപാരമ്പര്യത്തെ ഈ ബലിമാമന മിത്തിന്റെ സംശ്ലേഷണവുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കണം വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഈ ഓണം എന്ന് പറയുന്ന ഒന്നുണ്ടായത്. വിവിധ സങ്കല്പങ്ങൾ വിവിധ കാലത്തിൽ കൂടിക്കലർന്ന ആ സങ്കല്പം അതിപ്പോ ശുദ്ധ ബ്രാഹ്മണ വൈദിക പാരമ്പര്യത്തിലുള്ള ഒരു ആഘോഷമായി തന്നെ കാണാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അല്ല, അത് ഒറ്റ തിരിഞ്ഞ ശ്രമമല്ല. വാസ്തവത്തിൽ ഇന്ന് ഹിന്ദുത്വം ഫാഷിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ദൗത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്കാരത്തിനകത്തുള്ള ഈ സംശ്ലേഷണങ്ങളെ കുറച്ചുകൂടി ഞാൻ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടിക്കലരലുകളുണ്ടല്ലോ, കലർപ്പുകൾ എന്ന് പറയുന്ന ഈ കൂടിക്കലരലുകളെ മുഴുവൻ തമസ്കരിച്ച് ഇതിനെ വളരെ ഏകശിലാത്മകമായ സത്താപരമായ ഒരു സംസ്കാരമാക്കി മാറ്റുക, അങ്ങനെ ഹൈന്ദവമാക്കി. ഇപ്പം നമ്മൾ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നടക്കുന്നത് ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞു, ഇത് ദീർഘമായ ഒരു കൾച്ചറൽ അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പം നോക്കൂ, ഇതിന് സമാന്തരമായിട്ടല്ലേ ഇപ്പം ഇന്ത്യൻ റെനൈസൻസ് എന്ന് പറയുന്നതിനെ മുഴുവൻ ഹിന്ദുമത നവീകരണമാണ് എന്ന് വരുത്താനാണല്ലോ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അംബേദ്കറുടെ ചിത്രം വരെ ആർഎസ്കാർ പോസ്റ്റർ ഒട്ടിക്കുന്നു. വളരെ വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ പറവൂർ കുറേ കാലം മുമ്പ് ഹിന്ദു ഐക്യവേദി ഒട്ടിച്ച പോസ്റ്ററിൽ AKGയുടെ പടമുണ്ട്. AKGയുടെ പടമുണ്ട്. പാലിയൻ സമരം ഹിന്ദു നവീകരണമാണെന്ന് അവർ വാദിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ മൾട്ടിപ്പിളായ വളരെ ബഹുമുഖമായ താല്പര്യങ്ങൾ കലർന്നുണ്ടായ ചരിത്ര സംഭവങ്ങളെ, സംസ്കാര രൂപങ്ങളെ ഒക്കെ മതപരമായ ഒരു ഏകദാന യുക്തിയിലേക്ക് ചുരുക്കിക്കൊണ്ടുവരിക. എന്നിട്ട് ഇന്ത്യൻ ഹെറിറ്റേജ് എന്ന് പറയുന്നത് തങ്ങളുടെ ആണെന്ന് വരുത്തി തീർക്കുക. ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഓണത്തിലേക്ക് നോക്കിയാൽ തമ്മിൽ പൊരുതി കൊണ്ട് നിൽക്കുന്ന നാനാതരം ബലങ്ങളുണ്ട് ഓണത്തിൽ. ഒരു വൈദിക പാരമ്പര്യമുണ്ട്, ഒരു കീഴാള പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ജൈന ബൗദ്ധ പാരമ്പര്യമുണ്ട്, ബലി പാരമ്പര്യങ്ങളുണ്ട്. ഇപ്പം ബലി ഉത്സവം എന്ന് പറയുന്നത് ഉത്തരഭാരതത്തിൽ ഏതാണ്ട് വളരെ ദീർഘകാലം നിലനിന്നിരുന്ന ഒരു ആചാരമാണ്, ജനകീയമായി നിലനിന്നിരുന്ന. ചിലരെങ്കിലും കരുതുന്നത് ഈ ബലിയുത്സവമാണ് പിന്നീട് ദീപാവലിയായിട്ട് പരിണമിച്ചത് എന്ന് പോലും വാദിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പല പാരമ്പര്യങ്ങൾ, പല സ്രോതസ്സുകളാണ്. ഈ സ്രോതസ്സുകളുടെ കലർപ്പിനെയാണ് നമ്മൾ വാസ്തവത്തിൽ അപ്ഹോൾഡ് ചെയ്യേണ്ടത്. കാരണം സംസ്കാരം എന്ന് പറയുന്നത് ഈ കൂടിക്കലറിലാണ്. ഒരു ജനതയുടെ ഉത്സവം അവരുടെ മാത്രമല്ല. ഇപ്പം NV കൃഷ്ണവാര്യർ നമ്മുടെ ഓണത്തെക്കുറിച്ച് പറഞ്ഞത് പഴയ അസീറിയൻ ചക്രവർത്തിയുടെ ഓർമ്മയാണ് എന്ന് വരെ അധികം, അത് കുറച്ച് അതിവാദമാണെന്ന് പലരും വിമർശിച്ചിട്ടുണ്ട്. എങ്കിലും അതിലൊരു രസമുണ്ടെന്നാണ് ഞാൻ പറയണത്. കാരണം പഴയ അസീറിയയിലെ ഒരു ബലിയുടെ ഓർമ്മയാണ് ഇവിടെ മഹാബലിയായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഒരു മനുഷ്യവംശത്തോളം വലുതാവുകയാണല്ലോ. അത് ശരിയായ കുറെ കൂടി നല്ലതാ. കേസരിയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്ന അങ്ങനെയുള്ള വൈവിധ്യങ്ങളെ, സംസ്കാരത്തിൻ്റെ കലർപ്പ്
വകുപ്പുകളെ തമസ്കരിച്ച് ഏകശിലാത്മകമായ ഒരു സംസ്കാരം ഉണ്ട് എന്ന് വരുത്തുക, അതിനെ വൈദികമായ സങ്കല്പങ്ങളോട് ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങളോട് കൂട്ടിക്കെട്ടുക, അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുക. ഇതാണ് ഫാഷിസ്റ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫാഷിസ്റ്റ് രാഷ്ട്രീയ അജണ്ടയുടെ സ്വാഭാവികമായ ഒരു വഴിയാണ്. അത് അത്രയും ആലോചിച്ചിട്ടാണോ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ പറയാവുന്ന കൃത്യം കാര്യമാണ് അവർ പറഞ്ഞത് അവരുടെ പൊളിറ്റിക്സിൻ്റെ. അത് വലിയ വിവാദമായി, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമായി. എനിക്ക് കിട്ടിയ ഒരു പോസ്റ്റ് അങ്ങനെയാണല്ലോ അത് പറയാ. ഒരു സംഘപരിവാര ആരാധകൻ പറയുന്നു, ഓണത്തിന് മഹാബലിക്ക് ഒരു റോളുമില്ല. അത് അവരുടെ തന്നെ ഒരു നേതാവ് പറഞ്ഞ അതേ ഇതാണ്. ഞങ്ങൾ വാമന ജയന്തിയാണ് ആഘോഷിക്കുന്നത്. അതിന് മറുപടിയായിട്ടൊരു മലയാളി പറയുന്നതായിട്ട് ഈ പോസ്റ്റ് എഴുതിയ ആള് തയ്യാറാക്കിയിരിക്കുന്നത്, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, തൻ്റെ ആരേലും മരിച്ചുപോയാൽ അവരുടെ ആണ്ടുബലി നടത്താറാണോ അതോ കാലന്റെ ഹാപ്പി ബർത്ത്ഡേ നടത്താറാണോ പതിവ് എന്ന് തിരിച്ചു ചോദിക്കും. അങ്ങനെ മാത്രം നേരിട്ട് അവസാനിപ്പിക്കേണ്ടതല്ല, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ട് എന്ന് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമല്ലോ. പറയാം, നിശ്ചയമായിട്ടും. അല്ല, ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ നിഷ്കളങ്കമായി വന്നു പോകുന്ന ഒന്നല്ല. ഇത് വളരെ ലാർജർ ലെവലിലുള്ള ഹിന്ദുത്വ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ റിനൈസൻസിൻ്റെ കാര്യം പറഞ്ഞത്. നവോത്ഥാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് എത്രയോ ബഹുമുഖ താല്പര്യങ്ങൾ പ്രവർത്തിച്ചതാണ്, അല്ലാതെ ഏകമുഖമല്ലല്ലോ. ഇപ്പോൾ ഹിന്ദുമതത്തെ നവീകരിക്കുക എന്നുള്ള താല്പര്യത്തോടെ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഹിന്ദുമതത്തെ നശിപ്പിക്കുക എന്നുള്ള താല്പര്യത്തോടെയും പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാതെ ഒറ്റ വഴിക്കല്ല. പക്ഷേ ഇന്നിപ്പോൾ ഹിന്ദുത്വവാദികൾ എന്ത് ചെയ്യുന്നു? ഇത് മുഴുവൻ ഹിന്ദുമതത്തിൻ്റെ നവീകരണമാണ് എന്ന നിലയിൽ വരുത്താൻ ശ്രമിക്കുന്നു. ഈ സാംസ്കാരിക ഇടപെടലിൻ്റെ മുമ്പിൽ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കടമ എന്താണ്? ഓണത്തിൻ്റെ ഒരു ശുദ്ധരൂപം മറ്റൊന്നാണ് എന്ന് വാദിച്ചുകൊണ്ട് അതിനെ വീണ്ടെടുക്കലാണോ, ഇത് തുറന്നു കാണിക്കലാണോ, എന്തൊക്കെയാണ്? ഞാൻ കരുതുന്നത്, ഒന്നാമത് ഓണത്തിന് അങ്ങനെ ഒരു ശുദ്ധരൂപമില്ല. ചരിത്രത്തിലുടനീളം മാറ്റമില്ലാതെ നിലനിന്ന ഒരു ഓണവുമില്ല. അപ്പൊ വാമന ജയന്തി അല്ല, മഹാബലിയെ ആദരിക്കൽ തന്നെയാണ് നടക്കുന്നത് എന്ന തരത്തിൽ അല്ല ഇതിനെ നേരിടേണ്ടത്. അല്ല മഹാബലി, ഞാൻ പറയുന്നത് ഈ വാമന ജയന്തിയായി ആഘോഷിക്കപ്പെട്ട സമയത്തും സമാന്തരമായി കീഴാളമായ ഈ ഓണാഘോഷങ്ങളോ അല്ലെങ്കിൽ ഓണസങ്കല്പങ്ങളോ നിലനിന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വാമനെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ വേലൻ പാട്ടുകൾ എടുത്താലേ, വേലൻ പാട്ടുകളിലോ നമ്മുടെ പാളൻ പാട്ടുകളിലോ നമ്മുടെ നാടോടി അനുഷ്ഠാനങ്ങളിലോ ഉള്ള ഓണസങ്കല്പവും ഈ വൈദിക ഓണവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവ തമ്മിൽ കൂടിക്കലർന്ന് നമ്മൾ കാണുന്ന, അതായത് ബലിമിത്ത്, വാമനമിത്ത്, പ്രാദേശികമായ ആഘോഷങ്ങൾ, ഇവ മൂന്നും ഇന്നിതിൽ കലർന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടോടെ ഈ കലർപ്പിൽ നിന്ന് മഹാബലിയെ കേന്ദ്രമാക്കുന്ന ഓണസങ്കല്പം ഉയർന്നു വരികയാണ് ചെയ്തത്. അപ്പൊ ശുദ്ധ ഓണ എന്ത് എന്ന ചോദ്യം ചോദിക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ചരിത്രത്തിലൊരു പ്രക്രിയക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിശ്ചലമായി നിൽക്കാൻ പറ്റില്ല. ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ചരിത്രത്തിൽ അവസാനിച്ചു, പ്രയോഗത്തിൽ അവസാനിച്ചു. മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറയാം, മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നോക്കൂ, 20-ാം നൂറ്റാണ്ടിൽ ഓണം നിലനിന്നത് എന്തുകൊണ്ടാണ്? ഈ പാരമ്പര്യം ഒന്നും കൊണ്ടല്ല. ഓണം ബോണസ് വന്നു, ഓണം വിപണിയായി, ഓണം കച്ചവടമായി. ഇപ്പൊ കഴിഞ്ഞ ഒരു 50-60 ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ആധുനിക ഓണമാണ് ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലാതെ പഴയ മഹാബലിയും അല്ല, പഴയ വാമനും അല്ല, ഒന്നുമല്ല. ജനാധിപത്യത്തിന് വലിയ റോളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതേ കസേരയിൽ ഇരുന്നിരുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹമൊക്കെ എഴുതിയിരുന്നത് മാവേലിയുടെ ഓണത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു സമകാല സ്വഭാവം നിലനിൽക്കുമ്പോൾ വളരെ ശക്തമായിട്ടും ആസൂത്രിതമായിട്ടും ഒരുമിച്ചും സംഘപരിവാരത്തിന്റെ നേതാക്കൾ ഈ വാദം ഇപ്പോൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു വാദം വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ ഉള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയ സന്ദർഭമായി സംഘപരിവാരത്തിന് മനസ്സിലാക്കി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം തോന്നുന്നത്? അല്ല, ഇപ്പോൾ ഒരു കാര്യം അതിന് മുമ്പേ പറയട്ടെ. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് ഈ വൈദിക ധാരയുണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണിക അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാലും എൻ്റെ തോന്നലിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു മേൽക്കൈ അതിന് കൈവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഒരിക്കലും. എൻ്റെ വായനയിലും ധാരണയിലും ഒരിക്കൽ പോലും ഈ കേരളത്തിലെ ഓണത്തിൻ്റെ മുകളിൽ ഒരു ന്യൂനധാരയാണ് എപ്പോഴും. ബ്രാഹ്മണ്യത്തിൻ്റെ വിശദീകരണം വാസ്തവത്തിൽ കേരളത്തിൽ ഒരിക്കലും ഒരു നിർണായക ശക്തിയായിട്ട് മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രബലമായ മിത്തിനെതിരെ അതെ അതിപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യമായിരിക്കണം. ഒന്ന്, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മുഴുവൻ വൈദികവൽക്കരിക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ശ്രമം ഇന്നിപ്പം നടക്കുന്നുണ്ട്. അതിപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ സുപ്രധാനമായൊരു ശ്രമം തന്നെയാണ്.
പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് അഖിലേന്ത്യാ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, പിന്നെ ഈ പറയുന്ന സംസ്കാരത്തെ മുഴുവൻ തങ്ങളുടെ പിടിയിലാക്കാനുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങൾ, ഇവയോട് കൂട്ടിച്ചേർത്തായിരിക്കണം ഈ ഒരു സന്ദർഭത്തെ. എന്തായാലും ഓണത്തെ ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളീയ സംസ്കാരത്തിൻ്റെ മുകളിലൊരു അവകാശവാദം ആവുമല്ലോ. കാരണം എന്തു പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യോത്സവമാണ് ഓണം, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഓണത്തെ തങ്ങളുടെ ഒരു മുതലാക്കി മാറ്റാൻ കഴിയുകയാണെങ്കിൽ, തങ്ങളുടെ ഒരു വീക്ഷണത്തിലേക്ക് കൂട്ടിയിണക്കാൻ പറ്റുമോ എന്നുള്ള ആസൂത്രിതമായൊരു ശ്രമമായിരിക്കണം ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി അടിയേറിട്ട് പറയുകയാണ്, ഇതൊരു സമാന്തരധാരയായിട്ടല്ലാതെ, ഇപ്പോൾ കാണിപ്പയ്യൂർ ചില സ്ഥലത്ത് എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്, വടക്കൻകൂർ എഴുതി കേട്ടിട്ടുണ്ട്, അവരെല്ലാം തന്നെ കേരളത്തിലെ മേൽത്തട്ട് ജീവിതത്തിൽ നിലക്കൊണ്ട ഒരു ന്യൂനധാരയാണ്. മഹാഭൂരിപക്ഷം 19-ാം നൂറ്റാണ്ട് മുതലെങ്കിലും, 19-ാം നൂറ്റാണ്ട് മുതൽ മാത്രമല്ല കേട്ടോ, സാന്ദർഭികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദയംപേരൂർ സുന്നതദോസിൻ്റെ കാനോനുകളിൽ ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കരുത് എന്ന് വിലക്കുണ്ട്. അതെ, വിലക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, ഒരു 15-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഇതിന് ജനകീയമായൊരു ജീവിതം ഉണ്ട് ഈ മഹാബലി സങ്കല്പത്തിനും ഓണത്തിനും. അതിൻ്റെ മുകളിൽ ഇവർ മറ്റൊരു ധാരയെ കൊണ്ട് നടന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ചുരുക്കം വരുന്നൊരു ബ്രാഹ്മണ സമൂഹം മാത്രമാണ്. ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഓണസങ്കല്പത്തെ കേരളീയ ഓണസങ്കല്പമാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഉറപ്പിച്ചുകൊണ്ട്, വാമന ജയന്തി എന്ന സങ്കല്പത്തെ അതിൻ്റെ മുകളിൽ ഉറപ്പിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഒരു സാംസ്കാരികമായ വൈവിധ്യത്തിന് മുകളിലേക്ക് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സങ്കല്പത്തെ ഉറപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു നിർണായകമായ ഒരു ഇടപെടാനുള്ള ശ്രമം തന്നെയാണ്. ആ വിവാദവും ഓണവും ഇപ്പം നമ്മൾ പിന്നിടുകയാണ്. ഇപ്പോൾ അത് മുന്നിൽ വെച്ച് മതേതരവാദികൾക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാടുകളുള്ള ഇടതുപക്ഷക്കാർക്ക്, ഇതിനെയൊക്കെ നിസ്സംഗമായി നോക്കിക്കാണുന്ന സാധാരണക്കാരും ഓണം ആഘോഷിക്കുന്ന എല്ലാ ജാതി മതസ്ഥരുമായിട്ടുള്ള സാധാരണക്കാർക്ക് ഒക്കെ ഈ വിവാദത്തിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള ചില കാര്യങ്ങൾ, ചില മുന്നറിയിപ്പുകൾ എന്താണ് ഉണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളെ കുറേ കൂടി സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതുണ്ട്. അത് ഉദാസീനമായിട്ട് കണ്ടുകൂടാ. ഞാൻ അതിലൊരു സാന്ദർഭികമായിട്ടൊരു പരാമർശം പറയാം. ബിപിൻ ചന്ദ്ര 84 പുസ്തകം എഴുതി, കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ. അന്ന് വർഗീയ ശക്തികൾ ഇത്ര വലിയ അക്രമോത്സുക സ്വാധീനമൊന്നുമില്ല. പാർലമെൻറ്റിൽ BJPക്ക് 2 സീറ്റേ ഉള്ളൂ, 2 സീറ്റ്. ആ സമയത്ത് ആ പുസ്തകം തന്നെ. അന്ന് അതിൽ ഒരധ്യായത്തിൽ അദ്ദേഹം പറയുന്നൊരു കൗതുകമുള്ള കമൻറ്റ്, ഇന്ത്യയിലെ ക്ലാസ് മുറികളിൽ എത്രത്തോളം നിങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഇന്ത്യ വർഗീയമായിക്കൊണ്ടിരിക്കും എന്നാണ്. പഠിപ്പിക്കാഞ്ഞിട്ടല്ല, പഠിപ്പിച്ചിട്ടാണ്. അതായത് നമ്മുടെ സാമാന്യബോധമാണ് വർഗീയതയായി മാറുന്നത്, അല്ലാതെ പുറമേ നിന്ന് വർഗീയമെന്ന് പ്രത്യക്ഷമായി നമുക്ക് തോന്നുന്ന ആശയങ്ങൾ മാത്രമല്ല, നമ്മുടെ സാമാന്യബോധമാണ്. ഈ സാമാന്യബോധത്തെ മതവൽക്കരിക്കാനും വിഭാഗീയമാക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൂടിക്കലരലുകളുടെ ചരിത്രത്തിൽ നിന്ന് ഏകദാനമായൊരു മതസംസ്കാരത്തിൻ്റെ ചരിത്രം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പം നടക്കുന്നത്. ഇത് വേണ്ടത്ര തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് വാസ്തവത്തിൽ. നമ്മളിതിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധം തന്നെ ഞാൻ പറയുക അതേ നാണയത്തിൽ മറുയുക്തി പറയല്ല. ഇതിപ്പോൾ ഓണം മഹാബലിയുടേതാണ് അല്ലെങ്കിൽ വാമനൻ്റെതാണ് എന്നിങ്ങനെ തർക്കിക്കുന്നതിന് പകരം ഓണത്തെ പഴയൊരു വാക്യം വെച്ച് പറഞ്ഞാൽ ചരിത്രവൽക്കരിക്കുക, ഓണത്തെ ചരിത്രവൽക്കരിക്കുക. എങ്ങനെയാണ് ഓണത്തിൽ ഓണപ്പാട്ട് വന്നത്, എങ്ങനെയാണ് പുലിക്കളി വന്നത്, എങ്ങനെയാണ് ആർപ്പവിളി വന്നത്, ഈ ആർപ്പ വിളിച്ചത് ആരാണ്, ഈ പുലി കളിച്ചത് ആരാണ്, ഇതിൻ്റെ പുറകിലുള്ള പ്രേരണ എന്താണ് എന്ന് നോക്കിയാൽ ഓണത്തെ നിങ്ങൾക്ക് സിംഗുലറായിട്ട് കാണാൻ പറ്റില്ല. ഓണത്തിൻ്റെ ഒരു മൾട്ടിപ്പിൾ ലൈഫ് വരും. ഓണത്തിൽ മാത്രമല്ല എന്തിലും. ഇപ്പം നമ്മൾ കേരളീയ ഭക്ഷണം എന്ന് പറയുന്നു, ഓണത്തിന് വിളമ്പുന്ന സദ്യ എടുക്കുന്നു, ഇതിലെ രുചിക്കൂട്ടുകൾ നോക്കിയാൽ ഇതിൽ ഇപ്പോൾ നമ്മുടെ അറബികളും പേർച്ചീസുകാരും ഡച്ചുകാരും ഒക്കെ കൊണ്ടുവന്ന രുചികളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഓണസദ്യ എത്രയോ ശുഷ്കായിപ്പോയേനെ. നമ്മുടെ രുചി എന്ന് പറയണത് ഇപ്പോൾ കാളൻ എന്ന് പറയണത് തന്നെ ഈ പഴയടം നമ്പൂരി പറയുന്നുണ്ട്, അത് തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തന്നെ സംസ്കാരത്തിൻ്റെ ഒരു സങ്കരം, ഒരു കലർപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഒരു കൂടിക്കലരലിൻ്റെ. ഈ കൂടിക്കലരലിനെയാണ് നമ്മൾ നമ്മുടെ സാംസ്കാരിക മികവായി
പൈതൃകമെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പേരിൽ പറഞ്ഞാലും അതായിട്ട് കാണേണ്ടത്, അല്ലാതെ സിംഗുലറായ ഒന്നിനെയല്ല. അതുകൊണ്ട് ഈ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിനെ പുറത്തു കൊണ്ടുവരിക, അതിന് പകരം താർക്കികമായിട്ട് എതിരിടാൻ തുടങ്ങിയാലുള്ളൊരു തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ യുക്തിയുടെ മറുഭാഗത്താണ് നമ്മൾ. അതായത് യുക്തി അവർ ഫിക്സ് ചെയ്തിരിക്കുന്നു, അവർ രൂപപ്പെടുത്തിയൊരു യുക്തിയുണ്ട്. ആ യുക്തിയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങൾ തർക്കിക്കുന്നു, ഇപ്പുറത്ത് നിന്ന് അവരും തർക്കിക്കുന്നു. ഈ തർക്കം കൊണ്ട് ആത്യന്തികമായിട്ട് ഈ യുക്തി ഉറയ്ക്കും. ബേസിക്കായി ആർഗ്യുമെൻറ്റിൻ്റെ ഫ്രെയിം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ആർഗ്യുമെൻറ്റ് ഫ്രെയിമിനകത്ത് കയറി നടക്കും. നിങ്ങൾ അകത്ത് കയറി നിന്ന് തർക്കിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ യുക്തിയുടെ ഫ്രെയിം വർക്കിനെ പൊളിക്കും. ഇപ്പോൾ ഡോക്ടർ കെ എം പണിക്കരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി വേണ്ടത് സംസ്കാര രാഷ്ട്രീയമാണ് എന്നും അതങ്ങനെയാണ്, പക്ഷെ ഇന്നത് കൂടുതൽ പ്രസക്തമാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാദത്തിലേക്ക് ഇത് എത്തുന്നുണ്ട്. അതായത് നമ്മൾ സംസ്കാരത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? മനുഷ്യരുടെ അവബോധത്തിൻ്റെയും അനുഭൂതിയുടെയും മണ്ഡലമാണ്. ഈ അവബോധത്തിൻ്റെയും അനുഭൂതിയുടെയും മണ്ഡലത്തിന് പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഏറെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗാന്ധിജി ജയിച്ചത് എന്തുകൊണ്ടാണ്? ഗാന്ധിജി അവബോധത്തിൻ്റെ അനുഭൂതിയുടെയും മണ്ഡലത്തെ സ്പർശിച്ചതാണ്. ഗുരു ജയിച്ചത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് ജയിച്ച പ്രവർത്തനങ്ങളുടെ പുറകിൽ ഈ അനുഭൂതിയുടെ തലത്തെ സ്പർശിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അനുഭൂതിയുടെ അവബോധത്തിൻ്റെയും തലമാണ് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരത്തിൻ്റെ തലം. അല്ലാതെ അത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു സ്വകാര്യ മേഖലയൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മേഖലയെ സവിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വളരെയധികം നന്ദി. നമസ്കാരം.